ഒരിക്കൽ കൂടി വയനാട്ടിലേക്ക് പോവുകയാണ്. വയനാട്ടിൽ ആനയെ അജി എന്ന യുവാവിനെ കൊന്ന ആനയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ അവിടെ വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ടി അനീസ് അലി വയനാട് നിന്ന് ചേരുന്നുണ്ട്. അനീസ, മയക്കുവെടിവെച്ച് പിടികൂടാൻ ഏതായാലും തീരുമാനമായിരിക്കുന്നു. ഇതിന്റെ നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണോ? തീർച്ചയായും ചാലിഗദ്ദയിലെ നേരത്തെ അജിയെ കൊലപ്പെടുത്തിയ ആ പ്രദേശത്തിന് തൊട്ടടുത്തുള്ള ചാലിഗദ്ദയിലെ ഒരു പടമല കുന്നിലാണ് ഇപ്പോൾ ആനയുള്ളത്. അതിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വൈകാതെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിനെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഡാർട്ടിംഗ് ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. മയക്കുവെടി വെക്കാൻ വിദഗ്ധ സംഘം എത്തിയിട്ടുണ്ട്. എല്ലാ നിലക്കുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി. ഇനി അല്പസമയത്തിനകം തന്നെ കുങ്കിയാനകൾ ഇവിടെ എത്താനായി എന്നാണ് ഇപ്പോൾ വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. മുത്തങ്ങയിൽ നിന്ന് എത്തുന്ന കുങ്കിയാനകൾ കൂടി ഇവിടെ എത്തിയാൽ ഉടനെ മയക്കുവെടി വെക്കും. ഇപ്പോൾ നമ്മൾ ഈ പ്രദേശത്ത് നിൽക്കുന്നത് ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്തതനുസരിച്ച് ആളുകളെ ഒഴിപ്പിച്ചതിന് ശേഷം ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, മയക്കുവെടി വിദഗ്ധർ, എല്ലാ RRT അംഗങ്ങളും എല്ലാവരും പൂർണ്ണ സജ്ജമായി ഇവിടെ തന്നെ ഉണ്ട്. എല്ലാവിധ സംവിധാനങ്ങളും ശരിയായിട്ടുണ്ട്. കുങ്കിയാനകൾ എത്തിയാൽ ഉടൻ മയക്കുവെടി വെക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അതിനെ എന്തായാലും ഇപ്പോൾ നിലനിൽക്കുന്ന ആ പടമല കുന്നിൽ നിന്ന് അതിനെ താഴെ ഇറക്കി മാത്രമായിരിക്കും വെടിവെക്കുക. അതിനെ താഴെ ഇറക്കാനുള്ള നടപടികൾ വനംവകുപ്പ് സ്വീകരിച്ചിട്ടില്ല. നിലവിൽ അത് സുരക്ഷിതമായൊരു സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. ആ പ്രദേശത്ത് ആ കുന്നായതുകൊണ്ട് അവിടെ വീടുകളില്ല എന്നതുകൊണ്ട് അവിടെ തന്നെ ആനയെ നിർത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇന്ന് ഒരു സാധ്യതയുള്ളത് 5:30 കഴിഞ്ഞു, 5:30 ഈ സന്ദർഭത്തിൽ ഇനിയിപ്പോൾ മയക്കുവെടി വെക്കാൻ ഉള്ള ഒരു പ്രയാസം ചില വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നുണ്ട്. ഇരുട്ട് വീണാൽ പിന്നെ ഒരിക്കലും മയക്കുവെടി വെക്കുക സാധ്യമല്ല. അതുമാത്രമാണ് ഇപ്പോൾ ഒരു തടസ്സമായിട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം മയക്കുവെടി വെക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുങ്കിയാനകൾ എത്തിയാൽ ഉടൻ മയക്കുവെടി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതുപോലെ ഇത്ര സജീവമായൊരു ഒരു സന്ദർഭം ഇതിനു മുമ്പുണ്ടായില്ല. ഇപ്പോൾ ഈ സന്ദർഭത്തിൽ ഇപ്പോഴാണ് മയക്കുവെടി വെക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഇപ്പോൾ കുങ്കിയാനകൾ എത്തിയാൽ മയക്കുവെടി വെക്കാം എന്നൊരു രീതിയിൽ വനംവകുപ്പുണ്ട്. അതേസമയം ഇനി ഉള്ള ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഇപ്പോൾ തന്നെ സമയം 5:30 ആവാനായി. പെട്ടെന്ന് തന്നെ ഇരുട്ടാവും. ഉച്ചയ്ക്ക് ശേഷം മയക്കുവെടി വെക്കുക എന്നത് പ്രായോഗികമല്ല. ഉച്ചയ്ക്ക് ശേഷം മയക്കുവെടി വെക്കാൻ സാധാരണഗതിയിൽ അനുവദിക്കാറില്ല. കഴിഞ്ഞ തവണ തണ്ണീർക്കൊമ്പൻ്റെ കാര്യത്തിൽ 5:30 ആദ്യം മയക്കുവെടി വെച്ചത്. അത് തന്നെ വലിയ തരത്തിൽ വിവാദമായിട്ടുണ്ടായിരുന്നു. തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞതോടുകൂടി തന്നെ അത് സംബന്ധമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയില്ല എന്ന തരത്തിൽ വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ തണ്ണീർക്കൊമ്പന് പകരം ഈ ഒരു ആനയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരാളെ കൊന്നൊരു കാട്ടാനയാണ്. ഇന്ന് രാവിലെ 7:30 ഒരു മനുഷ്യനെ കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ഇളവുണ്ടാകുമോ എന്ന ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അങ്ങനെ മയക്കുവെടി വൈകിട്ട് വെക്കാൻ സാധ്യത കുറവാണ്. പിന്നെ എന്താണ് എന്ന അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇത് രാത്രിയും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൃത്യമായി ആനയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക, ആനയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. വീഡിയോ കോളർ മുത്തങ്ങയിൽ നിന്ന് കുങ്കിയാനകൾ പുറപ്പെട്ടിട്ടുണ്ട്. ആനയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള നീക്കത്തിലേക്കാണ് കടക്കുന്നത്. അനീസ് അലി സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകിട്ടായിരിക്കുകയാണ് സമയം. നമുക്കറിയാം, ക്ഷമിക്കണം, 5:30 അടുത്തിരിക്കുന്നു. ഇനിയിപ്പോൾ മയക്കുവെടി വെക്കുമോ എന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ട്. ഏതായാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അത് ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുന്നുണ്ട് എന്നുള്ളത് ഏറെ ആശങ്കാജനകമായ ഒരു കാര്യം തന്നെയാണ്. നിരവധി വീടുകളും ജനങ്ങളും ഒക്കെ തന്നെ ഉള്ള ഒരു മേഖലയാണ് ഇത്. കൂടുതൽ ഉപദ്രവകാരിയാവുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്.
നിൽക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. രാവിലെ അജി എന്ന യുവാവിനെ കൊലപ്പെടുത്തിയ ആന ആ വീട്ടിലേക്ക് കയറി വരുന്നതും അത്രമേൽ ഭീകരമായാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ ആന പ്രദേശത്ത് തന്നെ തുടരുന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും തുടർ നടപടിക്രമങ്ങൾ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ടി അനീസ് അലി തുടരുന്നുണ്ട്. അനീസ, ഇപ്പോൾ സമയം 5:30 അടുത്തിരിക്കുകയാണ്. ആ പ്രദേശം എന്ന് പറയുന്നത് കൂടുതൽ ആളുകളുള്ള അല്ലെങ്കിൽ ജനവാസ മേഖല, ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു മേഖല കൂടിയാണ്. ഇത്തരത്തിൽ ഇന്ന് തന്നെ മയക്കുവെടി വെക്കുകയാണെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ തവണ അരിക്കൊമ്പനെയൊക്കെ മയക്കുവെടി വെക്കുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ആന ഓടാനുള്ള കുറച്ചു നേരം ഓടാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഇത്തരത്തിൽ ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു മേഖല അല്ലെങ്കിൽ വീടുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു മേഖല ഇതൊക്കെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കില്ലേ? തീർച്ചയായും അമൃത, മയക്കുവെടി വെക്കുക എന്നതോ അല്ലെങ്കിൽ കാട്ടിലേക്ക് ഓടിച്ചു കയറ്റുക എന്നതോ മാത്രമേ ഇപ്പോൾ വനംവകുപ്പിൻ്റെ മുമ്പിലുള്ള സാധ്യതയായിട്ടുള്ളൂ. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് സ്വീകരിച്ചേ പറ്റൂ. അതേസമയം ഇതിന് രണ്ടിനും അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്. കാരണം മയക്കുവെടി വെക്കുകയാണെങ്കിലും ആന അല്പദൂരം ഓടാൻ സാധ്യതയുണ്ട്. അത് ജനസാന്ദ്രത ഏറിയ കൂടി ആന ഈ രൂപത്തിൽ ഓടുകയാണെങ്കിൽ എന്തൊക്കെ തരത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കും എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാട്ടിലേക്ക് കയറ്റുകയാണെങ്കിലും ഇതുപോലെ തന്നെ സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാട്ടിലേക്ക് കയറ്റുന്ന ഒരു ആനയെ സംബന്ധിച്ചിടത്തോളം മയക്കുവെടി വെച്ചല്ല അത് പോകുന്നത്, അതിനെ ഭയപ്പെടുത്തി ഓടിക്കുകയാണ്. അത് ഈ ജനവാസ കേന്ദ്രത്തിലൂടെ ഓടുകയാണെങ്കിൽ അതുണ്ടാക്കാവുന്ന അപകടങ്ങളെ കുറിച്ചിട്ടും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതേസമയം മറ്റേതെങ്കിലും മാർഗങ്ങൾ സ്വീകരിക്കാൻ കഴിയുമോ എന്നിപ്പോൾ വനംവകുപ്പിന് ആശങ്കകൾ നിരവധിയാണ്. വനംവകുപ്പ് നിരീക്ഷണം തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മയക്കുവെടി വെക്കുകയാണോ അല്ല കാട്ടിലേക്ക് ഓടിച്ചു വിടുകയാണോ, ഇതൊക്കെയാണ് കണ്ടറിയേണ്ടത്. വരും മണിക്കൂറുകളിൽ നമുക്ക് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വയനാട് നിന്ന് ടി അനീസ് അലിയാണ്